വോട്ട് കണക്കും വിശകലനങ്ങളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ചേലക്കരയെ നമ്മൾ ഇടത് കോട്ടയെന്നാണ് വിളിച്ചത്. അപ്പോ വയനാട് ഒരു UDF കോട്ട തന്നെയല്ലേ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കനുസരിച്ച് അത് അങ്ങനെയാണ് കേട്ടോ. എങ്കിലും ഇടതുമുന്നണി വിറപ്പിച്ചിട്ടുണ്ട് ഈ UDF കോട്ടകളൊക്കെ. കന്നി അംഗത്തിനിറങ്ങുന്ന പ്രിയങ്ക ഗാന്ധിക്ക് 5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം അതാണ് ലക്ഷ്യമെന്ന് UDF പ്രഖ്യാപിക്കുമ്പോൾ അത് നടക്കുമോ? 5 ലക്ഷത്തിലേക്ക് എത്താൻ പ്രിയങ്ക ഗാന്ധിക്ക് പറ്റുമോ? നമുക്കൊന്ന് പരിശോധിക്കാം. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ കണക്കുകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ ഒറ്റ ജില്ലയിലൊന്നുമല്ല ഈ ലോക്സഭാ മണ്ഡലം എന്ന് നമുക്കറിയാം അല്ലേ. 3 ജില്ലകളിലായിട്ട് കിടക്കുന്ന 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് വയനാട് ജില്ലയിലെ. അതുപോലെ തന്നെ കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, മലപ്പുറം ജില്ലയിലെ ഏറനാടും വണ്ടൂരും നിലമ്പൂരും ചേരുന്നതാണ് ഈ 7 നിയമസഭാ മണ്ഡലങ്ങൾ. അങ്ങനെ 3 ജില്ല. ഇതിൽ മാനന്തവാടി ഒപ്പം തിരുവമ്പാടി മണ്ഡലങ്ങൾ LDF MLA-മാരാണ്. ബത്തേരി, കൽപ്പറ്റ, ഏറനാട്, വണ്ടൂർ എന്നിവിടങ്ങളിൽ UDF MLA-മാരും. അപ്പോൾ 4-3 ഇങ്ങനെ നിൽക്കുകയാണ്. നിലമ്പൂരിൽ ഇടത് സ്വതന്ത്രനായി ജയിച്ച് പിന്നീട് പൂർണ്ണ സ്വതന്ത്രനായ PV അൻവറും നിൽക്കുന്നു. വോട്ടർമാരുടെ കണക്ക് കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. പുരുഷ ആകെ വോട്ടർമാർ 14,62,423 പുരുഷ വോട്ടർമാർ 7,31,212 ഉണ്ട്. സ്ത്രീ വോട്ടർമാർ 7,31,211. 2024 ഇതിൽ ആകെ പോൾ ചെയ്ത വോട്ടെന്ന് പറയുന്നത് 10,84,653 വയനാട്ടിലെ പോളിംഗ് പെർസെന്റേജ് 74.2% ആയിരുന്നു. അപ്പോൾ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 നടക്കുന്നു. 2 ഇടങ്ങളിൽ ജയിച്ചതിനെ തുടർന്ന് രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുന്നു. അതാണ് സംഭവിച്ചത്. രാഹുൽ ഗാന്ധി എന്ന UDFന്റെ കാൻഡിഡേറ്റിന് 2024 തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 6,47,445 വോട്ടുകളാണ്. ആനി രാജയായിരുന്നു CPIക്ക് വേണ്ടി LDF സ്ഥാനാർത്ഥിയായി ഇറങ്ങിയത്. 2,83,023 വോട്ടുകൾ ആനി രാജ നേടി. K. സുരേന്ദ്രനാണ് NDAക്ക് വേണ്ടി BJP സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ചപ്പോൾ 1,41,045 വോട്ടുകളും അവിടെ കിട്ടി. വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മുന്നണികളുടെ കയ്യിൽ അവർ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന വോട്ട് പെർസെന്റേജ് അല്ലെങ്കിൽ വോട്ട് വിഹിതം എത്രയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒരുപാട് മുന്നിലാണ്. നമ്മൾ ഈ കണക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. 59.69% രാഹുൽ ഗാന്ധിയുടെ കിറ്റിയിലുള്ള വോട്ട് കണക്ക്. ആനി രാജയ്ക്ക്, അതായത് LDFനുള്ളത് 26.09%, NDAക്കുള്ളത് 13%വുമാണ് വയനാട്ടിൽ ഇപ്പോഴുള്ള വോട്ട് വിഹിതം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയായിരുന്നു കണക്ക് എന്നുകൂടി നോക്കാം. വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 വോട്ട് ശതമാനത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ കന്നി അംഗമായിരുന്നു 2019 വയനാട്ടിൽ നിന്ന് 7,06,367 വോട്ടുകളാണ് രാഹുൽ ഗാന്ധി നേടിയത്. അതായത് 64.7%. അതിൽ നിന്നൊരു ഡിക്ലൈൻ ആണ് 2024 നമ്മൾ കണ്ടത്. PP സുനീർ ആയിരുന്നു LDFന്റെ കാൻഡിഡേറ്റ്. 2,74,597 25.1% വോട്ടുകൾ. തുഷാർ വെള്ളാപ്പള്ളി BDJSന് തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു NDAയുടെ കാൻഡിഡേറ്റ്. 78,816 വോട്ടുകൾ തുഷാർ നേടി. 7.2% വോട്ട് വിഹിതവും 2019 ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു 5 വർഷം പിന്നിലേക്ക് കൂടി നമുക്ക് പോകാം. രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു കണക്കെന്ന് നോക്കിയാൽ UDFന്റെ തന്നെ മണ്ഡലമാണ്. MI ഷാനവാസാണ് ജയിച്ചത്. 2014 3,77,035 വോട്ടുകളാണ് MI ഷാനവാസിന് കിട്ടിയത്. 41.2%. ഇപ്പോഴത്തെ LDFന്റെ കാൻഡിഡേറ്റ് സത്യൻ മൊഗേരിയാണ് അന്ന് MI ഷാനവാസിന്റെ തൊട്ടടുത്തെത്തിയ രണ്ടാമതെത്തിയ ആൾ. സത്യൻ മൊഗേരിക്ക് അന്ന് കിട്ടിയത് 3,56,165 വോട്ടുകളാണ്. അതായത് പെർസെന്റേജ് 38.9% വരും. NDAക്ക് വേണ്ടി എറിയത് PR രശ്മിൽനാഥാണ്. PR രശ്മിൽനാഥിന് അന്ന് 80,752 വോട്ടുകൾ കിട്ടി. 8.8%. അതായത് രാഹുൽ ഗാന്ധി വരുന്നതിന് മുൻപ് സത്യൻ മൊഗേരിക്ക് നല്ല പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വന്നതിന് ശേഷമാണ് വലിയൊരു വ്യത്യാസത്തിലേക്ക്, വോട്ട് വിഹിതത്തിലെ വലിയൊരു അന്തരത്തിലേക്ക് LDFും UDFും പോകുന്നത്. എല്ലാവരും കരുതുന്നത് പോലെ ഏകപക്ഷീയമാകുമോ വയനാട്ടിലെ ഫലം? അതോ വയനാടിന്റെ ജനത മാറി ചിന്തിച്ച് അത്ഭുതം പ്രവർത്തിക്കുമോ വയനാട്?